പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ട് സമരം. ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ സമരം ചെയ്തത്. കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ ഓട്ടോ ടാക്സികൾക്ക് ടോൾ പ്ലാസയിലൂടെ സൗജന്യയാത്ര അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിറ്റേ ദിവസം തന്നെ ടോൾ കമ്പനി അധികൃതർ ഓട്ടോ ടാക്സികളിൽ നിന്നും ടോൾ ചാർജ് ഈടാക്കി. ഇതിനെതിരെയാണ് 50ഓളം ഓട്ടോ ടാക്സികൾ ടോൾ പ്ലാസയിൽ നിർത്തിയിട്ട് സമരം ചെയ്തത്. ജനകീയവേദി പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് ഓട്ടോ ടാക്സി ജീവനക്കാർ 4 ചക്ര ഓട്ടോറിക്ഷകളുമായി ടോൾ പ്ലാസയിൽ സമരത്തിനെത്തിയത്. തുടർന്ന് അധികൃതരുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അവധി ദിനമായതിനാൽ ജീവനക്കാരുമായി സംസാരിച്ച് താൽക്കാലികമായി സമരക്കാർ പിരിഞ്ഞു. ഏതെങ്കിലും കാരണവശാൽ ഇനി 4 ചക്ര ഓട്ടോറിക്ഷകളിൽ നിന്നും പണം ഈടാക്കിയാൽ വാഹനം ടോളിൽ നിർത്തിയിട്ട് പ്രതിഷേധിക്കുമെന്നും മറ്റു വാഹനങ്ങളെയും ടോൾ പ്ലാസയിൽ സമരത്തിനെത്തിക്കുമെന്നും ഓട്ടോ ടാക്സി തൊഴിലാളികൾ പറഞ്ഞു. ഈ ടോൾ പ്ലാസിന്റെ മുകളിൽ താമസിക്കുന്ന ഒരുത്തം വന്ന് പൈസ താഴെ ഇറങ്ങി വന്നു. എന്റെ 115 രൂപ വന്നു. നമ്മൾ തമ്മിൽ എന്തിനാ പ്രശ്നം? നീ ഈ പൈസ വാങ്ങി തിരിച്ചു പോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 115 രൂപ വാങ്ങി ഞാൻ തിരിച്ചു പോയി. അതിനുശേഷം ഇന്ന് വരാൻ ഞങ്ങൾ ഈ ടോൾ കടന്നു പോകുന്നുണ്ട്, ദിവസം പ്രശ്നം ഉണ്ടാക്കണമുണ്ട്. അപ്പൊ ഈ MLAക്ക് MPക്കും വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളിത് അറിയിക്കണം. ഇവരെന്തിനീ തീരുമാനം എടുത്തു? വാഹനത്തിൽ നിന്നും ടോൾ ഈടാക്കിയാൽ ഉടൻ തന്നെ അവിടെ വാഹനം നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ കഴിഞ്ഞ ദിവസം കൂടിയ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചതാണെന്നും ടോൾ ഈടാക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുന്നതുവരെ ടോൾ ഈടാക്കരുതെന്നും പറഞ്ഞാണ് സമരക്കാർ പിന്തിരിഞ്ഞത്. UTV ന്യൂസ്, പാലക്കാട്.